ഹലോ എവറി വൺ. ആകാശം എന്ന കഥയുടെ 51ാമത് പാർട്ടിലേക്ക് കിടക്കാം. അനുവിനെ ലാബിനടുത്താക്കി ആലീസ് ടൗണിൽ മറ്റാരെയോ കാണാൻ വേണ്ടി പോയതായിരുന്നു. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് അനുപമ പുറത്തേക്ക് ഇറങ്ങി വന്നു. അനുപമ, നാളെ സൺഡേ ആണ്. മൺഡേ മോർണിംഗിൽ വന്ന് റിസൾട്ട് വാങ്ങി ഡോക്ടറെ കണ്ടുകൊള്ളൂ, സിസ്റ്റർ അവളോടായി പറഞ്ഞു. ഓക്കെ സിസ്റ്റർ, ഞാൻ തിങ്കളാഴ്ച വരാം. അത്രയും പറഞ്ഞ് അവൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൾ പതുക്കെ സ്റ്റെപ്പുകളിറങ്ങി താഴെ റോഡിലേക്ക് ചെന്നു. മോളെ അനു. തൻ്റെ അരികിലെത്തിയ ആ വിളി കേട്ട് അവൾ തൻ്റെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഒരേ ഒരു നോട്ടത്തിൽ തന്നെ അവളൊന്ന് വിറച്ചുപോയി. ബാലചന്ദ്രൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു. അനു, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ മോളെ. അയാൾ ഏറെ സ്നേഹത്തോടെ അവളെ നോക്കി. അവൾ അയാളെ കാണാത്ത മട്ടിൽ, അയാളുടെ സംസാരം കേൾക്കാത്ത മട്ടിൽ അവൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. നിൽക്കാനോ? കനകയും ഞാനും പരസ്പരം ഒരുപാട് സ്നേഹിച്ചവരാണ്. പക്ഷേ വിധി അത് ഞങ്ങളെ ഒന്നാവാൻ അനുവദിച്ചില്ല. എങ്കിലും നീ എൻ്റെ ചോരയാണ് മോളെ. അതൊരിക്കലും ആർക്കും മാറ്റാൻ കഴിയില്ല. നീ അച്ഛനെ വെറുക്കല്ല മോളെ. അയാളുടെ വാക്കുകൾ ചിലമ്പിച്ചതായിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു. മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. നിങ്ങളെന്നോട് സംസാരിക്കുന്നതേ എനിക്കിഷ്ടമല്ല. വിധി നിങ്ങളെ അകറ്റിയെന്നോ? നിങ്ങളിനി എൻ്റെ അമ്മയെ ചതിച്ചതുപോലെ എന്നെയും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കേണ്ട. ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടെന്ന് അന്നമ്മ പറഞ്ഞതല്ലേ? എൻ്റെ അമ്മ ഒരു അനാഥയാണെന്നും സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തവളാണെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടും തെരുവിൽ ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളൊരു മനുഷ്യനാണോ? അവളുടെ ശബ്ദമിടറി. കണ്ണു നിറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അയാളെ നോക്കി. ഇനിയും എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അവൾ മുഖം വെട്ടിച്ച് അയാൾക്കരികിൽ നിന്നും ധൃതിയിൽ നടന്നുപോയി. ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. സ്നേഹത്തോടെ ആദ്യമായി തൻ്റെ മകൾക്കരികിലേക്ക് വരുമ്പോൾ അവൾ ഇങ്ങനെയൊന്നും പറയുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കിരൺ തൻ്റെ റിസോർട്ടിലേക്ക് കയറി വരികയായിരുന്നു. റിസപ്ഷനിൽ ഗസ്റ്റിന് ബില്ല് നൽകുകയായിരുന്നു വരദ. അവൾ കിരണിനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ബാലചന്ദ്രൻ സാറ് അകത്തുണ്ട്. സാറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, വരദ കിരണിനോടായി പറഞ്ഞു. കിരൺ ധൃതിയിൽ ഓഫീസിലേക്ക് നടന്നു നിന്നു. സോഫയിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അയാൾ. കിരൺ അകത്തേക്ക് കയറി ചെന്നതും അയാൾ ശബ്ദം കേട്ട് എഴുന്നേറ്റു. കിരൺ, താൻ വന്നോ? അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ അരികിലെ സോഫയിൽ കിരണിനെ കൈ പിടിച്ചിരുത്തി. മോനെ കിരൺ, പപ്പ തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അയാൾ അവൻ്റെ ഷോൾഡറിൽ പിടിച്ച് അവൻ അഭിമുഖമായിരുന്നു കൊണ്ട് ചോദിച്ചു. എന്തു പറ്റി പപ്പ? എനിക്കെൻ്റെ പപ്പയെ വിശ്വാസമാണ്, അവൻ അയാളോടായി മറുപടി പറഞ്ഞു. മോനെ, നിനക്കറിയാവോ, ഞാനിന്ന് അനുവിനെ കണ്ടിരുന്നു. ഞാൻ അവളെ കാണാൻ വേണ്ടി ഒരുപാട് ദിവസമായി സംസാരിക്കാനും കാണാനൊക്കെ വേണ്ടി ശ്രമിക്കുക. ഒടുവിൽ ഇന്നവൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ അവളെ കണ്ടു. സ്നേഹത്തോടെ ഞാൻ അവളോട് സംസാരിച്ചു. പക്ഷേ അവൾ ഈ പപ്പയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ കനകയെ ചതിച്ചതാണെന്ന് അവൾ പറയുന്നു. അവളെയും അമ്മയെയും ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണെന്ന് അവൾ കരുതുന്നുണ്ട്. അയാൾ സങ്കടത്തോടെ കിരണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പപ്പയുടെ നെഞ്ചിലെ സങ്കടം മുഴുവനും ആ മുഖത്ത് കിരൺ കണ്ടു. അവൻ്റെ മനസ്സും വിങ്ങുന്നുണ്ടായിരുന്നു. പപ്പ ഒരിക്കലും ആൻറ്റിയെ ചതിച്ചതല്ല. ആ ദുഷ്ടനായ ഭദ്രനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ആ സത്യം ഇപ്പോൾ തനിക്കും ലക്ഷ്മിക്കും മാത്രമല്ലേ അറിയൂ. മോനെ, ഈ പപ്പ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടി മരിച്ചു പോവടാ. നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അയാൾ നിറഞ്ഞ പ്രതീക്ഷയോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു വേണം പപ്പ? എനിക്ക് കഴിയുന്ന എന്ത് കാര്യവും ഞാൻ പപ്പയ്ക്ക് വേണ്ടി ചെയ്യാം. അവൻ അയാൾക്ക് വാക്ക് നൽകി. മോനെ കിരൺ, നിനക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും പപ്പയുടെ മനസ്സമാധാനത്തിന് വേണ്ടി നീ ഇത് ചെയ്തു തരണം. നീ അനുവിനെ ചെന്ന് കാണണം മോനെ. ഈ അച്ഛൻ അവളോടും അമ്മയോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ പറഞ്ഞാൽ അവളത് കേൾക്കാൻ തയ്യാറാവും. ബാലചന്ദ്രൻ കിരണിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. കിരണിൻ്റെ ഹൃദയം പിടയുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും മകനെ പറഞ്ഞേൽപ്പിച്ച് അയാൾ സമാധാനത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കിരൺ എന്ത് ചെയ്യണമെന്നറിയാതെ റിസോർട്ടിൻ്റെ ജനലഴികൾക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഈ കാര്യം പപ്പ തന്നോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ താൻ ചെയ്യണമെന്ന് കരുതിയതാണ്.
ഭദ്രനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും പപ്പ അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നും ആൻറ്റിയോട് ചെന്ന് പറയണമെന്ന് താൻ മുമ്പേ തന്നെ കരുതിയതാണ്. ആൻറ്റി മരണപ്പെട്ടുവെന്ന് പറഞ്ഞ് മാനസികമായി തകർന്ന അവസ്ഥയിൽ കൂടുതലൊന്നും അന്വേഷിക്കാൻ പപ്പയെ അനുവദിക്കാതിരുന്നത് അയാളായിരുന്നു. സാഹചര്യം മുതലെടുത്ത് പപ്പയും ഗായത്രിയും തമ്മിലുള്ള വിവാഹം നടത്തിയതും എല്ലാം അയാളുടെ തലയിൽ തെളിഞ്ഞ ബുദ്ധിയായിരുന്നു. ആ വ്യക്തി പരമാവധി പപ്പയെ മുതലെടുക്കുകയും ചെയ്തു. വെറുമൊരു ജോലിക്കാരൻ മാത്രമായിരുന്ന അയാൾ ഇന്ന് പപ്പയുടെ പല സ്ഥാപനങ്ങളുടെയും മാനേജറും ഓണറുമാണ്. പാവം പപ്പ അയാളെ വിശ്വസിച്ച് സുഹൃത്ത് എന്നതിലപ്പുറം ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. കനകാൻറ്റിയെ ചെന്ന് കാണണമെന്നും പപ്പയുടെ നിരപരാധിത്വം പറഞ്ഞ് മനസ്സിലാക്കണമെന്നും മുമ്പേ തന്നെ താൻ കരുതിയതായിരുന്നു. പക്ഷേ അതുകൊണ്ടും പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ലല്ലോ. എങ്ങനെ താൻ അനുവിനെ നേരിടും? ഇനി ഒരിക്കൽ കൂടി ആ മുഖം കാണാനിട വന്നാൽ തൻ്റെ ഹൃദയം തകർന്നു പോവുമെന്ന് കിരണിനറിയാം. ഇപ്പോഴും സത്യം അംഗീകരിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. അനുവിനെ സഹോദരിയായി കാണാൻ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ ഒരുപാടായി ശ്രമിക്കുന്നു. പക്ഷേ തനിക്കതിന് കഴിയുന്നില്ല. അവളുമൊത്തുള്ള ജീവിതം അത്രമേൽ താൻ സ്വപ്നം കണ്ടുപോയി. മനസ്സിനുള്ളിൽ നിന്നും മായ്ക്കാൻ കഴിയാത്ത വിധം അവളുമായി അടുത്തുപോയി. ഇനി ഒരിക്കലും അനുപമ തൻ്റെ കൺമുന്നിലേക്ക് വന്നു പെടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിൽ പപ്പ ഇത് പറഞ്ഞ് ഏൽപ്പിച്ചതു മുതൽ ഈ ദൗത്യം അത് തൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും അവതാളത്തിലാക്കുകയാണ്. അമ്മ വീട്ടിലേക്ക് ചെന്ന് ആൻറ്റിയെ കാണാൻ ശ്രമിച്ചാൽ ആദ്യം കാണേണ്ടി വരുന്നത് അനുപമയെ ആയിരിക്കും. പപ്പയോട് താൻ അവിടെ പോവാമെന്നും എല്ലാം പറഞ്ഞ ശേഷം അവരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറ്റാമെന്നും വാക്ക് കൊടുത്തു പോയിരിക്കുകയാണ്. ഇനി ഏതായാലും പോയല്ലേ പറ്റൂ. മനസ്സുകൊണ്ട് കിരൺ എന്തു വേദനയും നേരിടാനും അനുപമയെ കാണാനും അമ്മ വീട്ടിലേക്ക് യാത്ര തിരിക്കാനും തയ്യാറായി. ആകാശം ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു മനോഹരമായ എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതാണ്.